ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് തെരേസ, പാലായിലാണ് വീട്. അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അമ്മയുടെ ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു ഞാൻ OET എക്സാം ആദ്യത്തെ പ്രാവശ്യം തന്നെ പാസ്സാകുക എന്നുള്ളത്. അങ്ങനെ ഞാൻ OET ക്ലാസ്സിന് ചേർന്നു. OET ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ലിസണിങ് മൊഡ്യൂൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കതിന് വേണ്ട സ്കോർ കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എക്സാമിന് ലിസണിങ് പോവുമോ എന്ന്. പക്ഷേ എനിക്ക് റീഡിങ്ങും സ്പീക്കിങ്ങും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ എന്നും ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോകുന്നത്. അങ്ങനെ എക്സാമിൻ്റെ അന്ന് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള സ്പീക്കിങ്ങും റീഡിങ്ങും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്പീക്കിങ്ങിനാണെങ്കിൽ എനിക്ക് ടൈം കഴിഞ്ഞു പോയി. എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ 2 സ്പീക്കിങ്ങും. പക്ഷേ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ലിസണിങ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. അപ്പം ഏതൊക്കെ കിട്ടിയാലും റീഡിങ് അല്ലെങ്കിൽ സ്പീക്കിങ് പോകുമെന്ന് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വരേണ്ടതാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നില്ല. റിസൾട്ട് വരേണ്ടതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു മെയിൽ വന്നു, റിസൾട്ട് വിത്ത്ഹോൾഡ് ചെയ്തേക്കുവാണ്, ക്വാളിറ്റി അഷുറൻസ് ചെക്കിങ്ങിന് അയച്ചേക്കുവാണ്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ മെയിൽ വരുമായിരുന്നു. ശരിക്കും റിസൾട്ട് വരേണ്ട ഡേറ്റും കഴിഞ്ഞ് എനിക്ക് 1.5 മാസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഈ വെയിറ്റ് ചെയ്ത സമയത്തൊക്കെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇനി റിസൾട്ട് വരത്തില്ല, അതവർ പെർമനൻ്റ് ആയിട്ട് വിത്ത്ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ വന്നാൽ തന്നെ എനിക്ക് ഫുൾ B ഒന്നും കിട്ടത്തില്ലായിരിക്കും, ഏതെങ്കിലും ഒരു മൊഡ്യൂൾ പോകുമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വിശ്വാസത്തോടെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രാവിലെ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. നോക്കിയപ്പോൾ എനിക്ക് എല്ലാ മൊഡ്യൂളിനും B ഉണ്ട്. UK സ്കോർ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ എക്സാമിന് പോയപ്പോഴാണെങ്കിലും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഉടമ്പടി തേനും ഉപ്പും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. എല്ലാ ദിവസവും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. കൂടുതൽ സമയം പള്ളിയിലിരുന്ന് മടുപ്പ് കൂടാതെ ഈശോയോട് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഉടമ്പടി എടുത്തതിന് ശേഷം ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുമായിരുന്നു. അങ്ങനെ അവിടെ പോയി രോഗികളെ കാണും. പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം മേടിച്ചു കൊടുക്കും. അവർക്ക് പറ്റുന്ന അത്ര സഹായം പൈസ ഒക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു. ഏത് കൺട്രിയിലേക്കാണ് പോകുന്നത്, എന്നാണ് പോകുന്നത്, പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാനൊരു ഫ്രഷറായിട്ടാണ് OET എഴുതിയത്. അപ്പം OET ഞാൻ പാസ്സായി കഴിഞ്ഞപ്പം ഫ്രഷേഴ്സിനുള്ള ഇൻ്റർവ്യൂ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ കുറഞ്ഞത് 6 മാസമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളെന്നായി. അപ്പം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ, വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞ് ഞാനൊരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു. അത് 6 മാസം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ എനിക്കത് കിട്ടത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. പക്ഷേ അവരെന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എനിക്ക് 4 മാസം ഉള്ളപ്പോൾ തന്നെ 6 മാസം എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് ഞാൻ പാസ്സായി. അങ്ങനെ പ്രോസസ്സിങ്ങൊക്കെ ഫാസ്റ്റായിട്ട് നടന്നു. വിസയും എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. കഴിഞ്ഞ ദിവസം ടിക്കറ്റ് വന്നു. ഈ ചൊവ്വാഴ്ച ഞാൻ UK പോവുകയാണ്. UK NHS നേഴ്സായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതൊരു NHS എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫണ്ടഡാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ എക്സാമിൻ്റെ അല്ലെങ്കിൽ മറ്റ് ചിലവുകളുണ്ടെങ്കിലും അത് അവിടെ ചെല്ലുമ്പോൾ എനിക്കത് റീഫണ്ട് ചെയ്ത് കിട്ടും. അങ്ങനെ ഒരു ചിലവുകളും പോകുന്നതിന് ഒരു ചിലവുകളും ഇല്ലാതെയാണ് എനിക്ക് ദൈവം അനുഗ്രഹിച്ചത്.